ഹായ് ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ ടെറസിൽ നിന്നുള്ള കാഴ്ചയാണ് കേട്ടോ. ഇവിടെ നിന്നാൽ അങ്ങ് ദൂരെയുള്ള മലമുകളിൽ നിന്ന് സൂര്യൻ ഉദിച്ചു വരുന്നത് കാണാൻ പറ്റും. രാവിലെ തന്നെ ഈ കാഴ്ച കണ്ടാൽ മനസ്സിനും കണ്ണിനും ഒക്കെ ഒരു കുളിർമയാണ്. ആ ദിവസം മുഴുവൻ ഒരു പോസിറ്റീവ് എനർജിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കാൻ ഈ ഒരു കാഴ്ച കണ്ടാൽ മതി. ഇതോടൊപ്പം തന്നെ ചെറിയ കിളികളുടെ ശബ്ദം കൂടി ആവുകയാണെങ്കിൽ പിന്നെ ഒന്നും പറയണ്ട, അടിപൊളിയാണ്. അപ്പോൾ നമ്മുടെ ഒരു പുതിയ ദിവസം ഇവിടെ തുടങ്ങായി കേട്ടോ. ഇന്ന് ചിങ്ങം 1 നമ്മൾ മലയാളികളുടെ കാർഷിക ദിനം കൂടിയാണ് ഇന്ന്. അപ്പോൾ ആച്ചുവിൻ്റെ സ്കൂളിൽ കാർഷിക ദിനത്തോടനുബന്ധിച്ച് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആച്ചുവിനെ കുട്ടി കർഷകനാക്കിയിട്ട് കുഞ്ഞുമുണ്ടും ഒക്കെ ഉടുപ്പിച്ച് കർഷകനാക്കി ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കാൻ ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആച്ചുവിനെ നേരത്തെ വിളിച്ച് ഏൽപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് റേഷൻ കടയിലേക്കൊക്കെ ഒന്ന് പോകണം. ആച്ചുവിനെ പല്ല് തേപ്പിക്കാനുള്ള ബുദ്ധിമുട്ടാണ് കേട്ടോ ഇപ്പോൾ ഈ കാണുന്നത്. ചില ദിവസം എത്ര പറഞ്ഞാലും അനുസരിക്കില്ല. കുട്ടികളെ പല്ല് തേപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അല്ലേ. അത് അമ്മമാർക്ക് അറിയാൻ പറ്റുമത്. അപ്പം ഞാൻ കുറേ പറഞ്ഞ് മടുത്ത് ഒരു അടിയൊക്കെ കൊടുത്തതിന് ശേഷം ഞാൻ എൻ്റെ പണികളിലേക്ക് പോയി. കുറച്ച് നേരം കഴിഞ്ഞ് വന്നപ്പോൾ പിന്നെ ആൾ തേച്ചു കേട്ടോ. അങ്ങനെ പല്ല് തേപ്പും കുളിയും ഒക്കെ കഴിഞ്ഞതിന് ശേഷം കുഞ്ഞുമുണ്ടും തലക്കെട്ടും ഒക്കെ കെട്ടിക്കൊടുത്തിട്ട് കർഷകനാക്കി. ആച്ചുവിനെ തറവാട്ടിലേക്ക് കൊണ്ടുവന്നാക്കിയിട്ട് ഞങ്ങളിങ്ങനെ റേഷൻ കടയിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ റേഷൻ കടയിലെത്തി. അധികം തിരക്കൊന്നുമില്ല. ഈ സമയത്ത് ഇതേപോലെ കിറ്റ് കിട്ടുന്നത് വളരെ വലിയൊരു അനുഗ്രഹമാണല്ലേ. അപ്പോൾ ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ കിറ്റിലില്ലാത്ത ഒരുപാട് സാധനങ്ങൾ ഈ പ്രാവശ്യത്തെ കിറ്റിലുണ്ട് കേട്ടോ. നെയ്യ്, ഏലക്കായ, പായസം വയ്ക്കാനുള്ള അരി. റേഷൻ കടയുടെ മുന്നിലുള്ള പള്ളിയാണ് കേട്ടോ ഈ കാണുന്നത്. അതിമനോഹരമായ പള്ളിയാണ്. ഒരുപാട് വർഷം പഴക്കമുണ്ട്. ഏകദേശം ഒരു 1500 വർഷം പഴക്കമൊക്കെ കാണും. ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അധികം നേരമൊന്നും അവിടെ നിന്നില്ല. ആച്ചുവിന് കുറച്ച് വീട്ടിലിടാനുള്ള ഡ്രസ്സുകളൊക്കെ വാങ്ങി വേഗം തിരിച്ചു പോയി. അപ്പോൾ ഇതാണ് ആ ഡ്രസ്സുകൾ. 30-40 ആ റേഞ്ചിലൊക്കെയാണ് വില വരുന്നത്. ഒരു 5-6 എണ്ണം വാങ്ങി. കുറേ നാളായി ഡ്രസ്സുകളൊക്കെ വാങ്ങിയിട്ട്. അപ്പോൾ ഇതൊന്നും കൂടി ഒന്ന് കഴുകിയിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇപ്പോൾ കൊറോണയല്ലേ, അപ്പോൾ ആൾക്കാർ പലരും വന്ന് തൊടുന്ന ഡ്രസ്സുകളല്ലേ. പിന്നെ ഒന്നും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ കുറച്ച് നാളും കൂടി ഒന്ന് ലാസ്റ്റ് ചെയ്യുമല്ലോ. പിന്നെ ആച്ചുവിൻ്റെ അച്ചാച്ചൻ ഓണക്കോടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. 2 ഷർട്ടും ഒരു ജീൻസും. അങ്ങനെ ഓണക്കോടിയും കിട്ടി, ഓണക്കിറ്റും കിട്ടി. ഇനി ഓണം അങ്ങ് വന്നാൽ മതി. ശരിക്കും പറയുകയാണെങ്കിൽ ഓണത്തിൻ്റെ ആ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് അല്ലേ ഏറ്റവും രസകരമായിട്ടുള്ളത്. ഓണക്കോടിയൊക്കെ കിട്ടിയപ്പോൾ ആച്ചു ഭയങ്കര ഹാപ്പി ആയിട്ടോ. ഈ വെള്ള ഷർട്ട് കുറച്ച് വലുതാണ്, എന്നാലും കുഴപ്പമില്ല. ഡ്രസ്സൊക്കെ വാങ്ങി. ഇതൊക്കെ ഇട്ടിട്ട് എവിടേക്കോ പോകാൻ പറ്റുമല്ലേ. ഓണക്കോടിയൊക്കെ ഇട്ടിട്ട് ഞാൻ ആച്ചുവിനെ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ നടത്തിയിട്ടോ. ആ കാഴ്ചയാണ് ഈ കാണുന്നത്. ആവശ്യമായ സാധനങ്ങൾ: 2 പൊട്ടാറ്റോ വേവിച്ചത്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഒരു സവാള, ചില്ലി ഫ്ലേക്സ്, കുരുമുളക് പൊടി, ഉപ്പ്, പിന്നെ കസൂരി മേത്തി. അതുണ്ടെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ, ഉലുവയുടെ അല്ല. ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണത്. പിന്നെ നമുക്ക് മുക്കി പൊരിക്കാൻ വേണ്ടിയിട്ട് കോൺഫ്ലോറും മൈദയുടെയും ഒരു മിക്സ്, പിന്നെ ബ്രെഡ് ക്രംസ്. ഇത്രയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങ് ഒരു ഫോർക്ക് വെച്ചിട്ട് നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് സവാള, കുരുമുളക് പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കസൂരി മേത്തി, ആവശ്യത്തിനുള്ള ഉപ്പ് എല്ലാം ചേർത്ത് നന്നായി കുഴച്ചെടുക്കണം. ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കണം. അയ്യോ, ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പറയാൻ മറന്നുപോയി. മെയിനായിട്ട് നമുക്ക് വേണ്ടത് ചീസാണ് കേട്ടോ.
ചീസ് സ്ലൈസായിട്ട് വാങ്ങാൻ കിട്ടും, പിന്നെ ചെറിയ ബാറുകളായിട്ട് വാങ്ങാൻ കിട്ടും. ഞാനിപ്പോൾ ചെറിയ സ്ലൈസായിട്ട് കിട്ടുന്നതാട്ടോ വാങ്ങിയത്. ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കുമ്പോൾ വെള്ളം കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ബ്രെഡ് ക്രംസോ മൈദയോ ഗോതമ്പ് പൊടിയോ എന്തെങ്കിലും ചേർത്തിട്ട് കുറച്ച് കട്ടിയാക്കി എടുക്കാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ചെറിയ ഉരുളകളാക്കി കയ്യിൽ വെച്ച് ഒന്ന് പരത്തിയതിന് ശേഷം ചീസ് ഉള്ളിൽ സ്റ്റഫ് ചെയ്ത് കൊടുക്കുകയാണ്. ചീസ് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുമ്പോൾ പൊട്ടി പോവാതിരിക്കാനായിട്ട് നന്നായി കവർ ചെയ്യണം കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാ ഉരുളകളും ഉരുട്ടിയെടുക്കുക. ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂൺ മൈദയും 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും അതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളവും ഒഴിച്ചിട്ടൊരു മിക്സ് തയ്യാറാക്കി എടുക്കണം. ഇനി അടുത്തത് ചെയ്യേണ്ടത് നമ്മൾ ഉണ്ടാക്കി വെച്ച ഉരുളകൾ മൈദയുടെയും കോൺഫ്ലോറിൻ്റെയും ആ മിക്സിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം ബ്രെഡ് ക്രംസിൽ ഒന്ന് മുക്കിയെടുക്കുക, കവർ ചെയ്തെടുക്കുക. ശേഷം എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുക. വളരെ രുചികരമായിട്ടുള്ളൊരു സ്നാക്സാണ് കേട്ടോ അത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഹെൽത്തിയാണ്, കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. ചെറിയ ചൂട്ടോട് കൂടി തന്നെ ഇത് കഴിക്കണം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ പകുതി മുറിച്ചെടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് ചീസൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വരും. നല്ല ടേസ്റ്റാണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.